വയനാട്ടിൽ പ്രത്യേകിച്ച് വയനാട് കോൺഗ്രസിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് രാഷ്ട്രീയ കേരളമൊക്കെ കണ്ടതാണ്. ഇന്നലെ അവിടെ DCC പ്രസിഡന്റ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു ND അപ്പച്ചൻ. അതേപോലെ തന്നെ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അതിലെ ആത്മഹത്യ പ്രേരണ കേസിലെ പ്രതി കൂടിയാണ് DCC പ്രസിഡന്റ് കൂടിയായ ND അപ്പച്ചൻ എന്ന് പറയുന്നത്. ആ കുടുംബത്തിന് പാർട്ടി കൊണ്ടുപോയി വെച്ച ആ കുടുംബത്തിന്റെ പറമ്പിന്റെയും വീടിന്റെയും ആധാരം ഇന്നലെ കോൺഗ്രസ് പാർട്ടി തിരിച്ചെടുത്തു കൊടുത്തിരിക്കുകയാണ്. അതേ ദിവസം തന്നെ ND അപ്പച്ചന്റെ രാജി എന്നുള്ളതും ശ്രദ്ധേയമാണ്. PV ജോഷില കൂടി ചേരുന്നുണ്ട്. ഏതായാലും വയനാട് പുതിയ DCC പ്രസിഡന്റിനായി T സിദ്ദിഖിന്റെ നോമിനിയായ TJ ഐസക്കിന് പകരം ചുമതല നൽകിയിരിക്കുകയാണ് KPCC. നിരാശയോടെ പ്രകോപിതനായാണ് ND അപ്പച്ചൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയത്. TJ ഐസക് രംഗത്തെത്തുന്നതോടെ വയനാട്ടിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഒരിക്കൽ കൂടെ മാറുകയാണ്. പോര് രൂക്ഷമാകാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. PV ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ഈ കോൺഗ്രസിനകത്തെ പ്രത്യേകിച്ച് വയനാട് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന്റെ ഫലമായാണ് പല ജീവനുകളും നഷ്ടമായിട്ടുള്ളത്. ഇന്നലെ ആ വീടിന്റെ ആധാരം എടുത്തു കൊടുത്തപ്പോൾ NM വിജയന്റെ മകൾ പത്മജ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ കാര്യം നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ, പണം നേരത്തെ അടച്ച ആധാരം ഞങ്ങൾക്ക് നേരത്തെ എടുത്തു തന്നിരുന്നെങ്കിൽ 2 ജീവനുകൾ ഞങ്ങളുടെ വീട്ടിലുണ്ടാകുമായിരുന്നു എന്നാണ് പത്മജ പറഞ്ഞു വെച്ചത്. പത്മജയുടെ വീട്ടിലുള്ള 2 ജീവൻ മാത്രമല്ല, ജോസ് നെല്ലേടത്തിൻ്റെ ജീവൻ. ഈ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് പോരിൻ്റെ ഇരയായി മരണത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന മനുഷ്യന്മാർ അവിടെ പലരുമുണ്ട് വയനാട്ടിൽ. ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ വീണ്ടും DCC പ്രസിഡന്റിനെ, നിലവിലുള്ള DCC പ്രസിഡന്റിനെ രാജി എഴുതി വാങ്ങിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ രാജി ചോദിച്ചിരുന്നു, അതിപ്പോഴാണ് അംഗീകരിക്കുന്നത്. പുതിയൊരു DCC പ്രസിഡന്റിനെ അവരോധിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി വയനാട്ടിലുള്ള ഒരു ഗ്രൂപ്പ് സമവാക്യം? വിനിഷ, വയനാട്ടിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും T സിദ്ദിഖിൻ്റെ ആദ്യ ശ്രമം വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. T സിദ്ദിഖിൻ്റെ വലിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ND അപ്പച്ചനെ മാറ്റാനുള്ള തീരുമാനം ഉണ്ടായത് എന്നുള്ളതാണ് ND അപ്പച്ചൻ വിഭാഗം ഇപ്പോഴും വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. ND അപ്പച്ചൻ്റെ ഇന്നലത്തെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള പ്രകോപനപരമായ മറുപടി ലോകം കണ്ടതാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല, അവർ തീരുമാനിക്കട്ടെ, അവരല്ലേ എല്ലാം തീരുമാനിക്കുന്നത്, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, എന്നെ KPCC നേതൃത്വം ഇത് അറിയിച്ചിട്ടേ ഇല്ല, രാജി അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും KPCC നേതൃത്വം അറിയിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. 3-4 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ രാജി സന്നദ്ധത ഞാൻ അയച്ചിരുന്നു. എന്നാൽ അന്നൊന്നും തന്നെ ആ രാജി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല KPCC നേതൃത്വം. ഇപ്പോഴെന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നൊക്കെയാണ്. വളരെ പ്രകോപിതനായിട്ടാണ് അദ്ദേഹം, നിരാശനായിട്ടാണ് അദ്ദേഹം. അത് കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു DCC പ്രസിഡന്റിനെ അദ്ദേഹത്തോടൊന്നൊരു വാക്ക് പോലും പറയാതെ ചെയ്തത് ഏറ്റവും മോശമായ രീതിയിലുള്ള ഒരു രാജിവെപ്പിക്കലായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത് അവരുടെ അണികൾ തന്നെ പറയുന്നുണ്ട്, ഒരു കാര്യവും അറിയിച്ചിട്ടില്ല, ND അപ്പച്ചനോട് ഇത് ചെയ്യേണ്ടായിരുന്നു എന്നുള്ളത്. സാധാരണ രീതിയിൽ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ അദ്ദേഹത്തെ നേരത്തെ അറിയിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു രീതിയിലല്ല KPCC നേതൃത്വം ഇത് ട്രീറ്റ് ചെയ്തത് എന്നുള്ളതാണ് വസ്തുത. അതേസമയം തന്നെ T സിദ്ദിഖ് KC വേണുഗോപാൽ സഖ്യം അത് ദൃഢപ്പെടുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം T സിദ്ദിഖ് നേരത്തെ ഉമ്മൻചാണ്ടി വിഭാഗം A വിഭാഗമായിരുന്നു എന്നുള്ളത്. അതിൽ നിന്നും ഉമ്മൻചാണ്ടി വിഭാഗത്തിലുള്ള എല്ലാവരും KC വേണുഗോപാൽ പക്ഷമായി മാറുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വയനാട്ടിലും ആ ദൃശ്യങ്ങൾ കണ്ടുവരുന്നു എന്നുള്ളതാണ്. T സിദ്ദിഖ് അവസരവാദപരമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാവുന്ന ഒരു ചിത്രമാണ് ഇതോടുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും T സിദ്ദിഖിന്റെ നോമിനിയായി TJ ഐസക് രംഗത്ത് വരുന്നതോടെ ND അപ്പച്ചന്റെ വിഭാഗം, ND അപ്പച്ചൻ ഇന്നലെ മാധ്യമങ്ങളോട് വൈകുന്നേരത്തോടുകൂടി പ്രാദേശിക മാധ്യമത്തോട് പ്രതികരിച്ചത് ഇവിടെ കോൺഗ്രസ്സുകാർ വേറെയുമുണ്ടല്ലോ, അവർ പ്രതികരിക്കും എന്നുള്ളതാണ്. അതായത് പോര് മുറുകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തന്നെ പുറത്താക്കിയതിൻ്റെ ഉത്തരവാദിത്വം അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. എന്തിനാണ് പുറത്താക്കിയത് എന്നുള്ളത്. കാരണം KPCC കൈകഴുകുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അവർ ഇടപെട്ട് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഒന്നും തന്നെ വയനാട് ജില്ലയിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ഒരുപോലെ, അതായത് IC ബാലകൃഷ്ണനായിരുന്നു NM വിജയന്റെ മരണത്തിനുള്ള കേസിലെ 1ാമത്തെ പ്രതി, ആത്മഹത്യയുടെ കേസിലെ 1ാമത്തെ പ്രതി IC ബാലകൃഷ്ണനായിരുന്നു. IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ KPCC നേതൃത്വം തയ്യാറായിട്ടില്ല. അതേസമയം തന്നെ ND അപ്പച്ചനെതിരെ നടപടിയെടുക്കുന്നു. ഇതിൽ ഈ 2 വിഭാഗവും നടക്കുന്ന രൂക്ഷമായ പോരിന്റെ ഭാഗമായാണ് ജോസ് നല്ലേടം ആത്മഹത്യ ചെയ്തത്. തങ്കച്ചൻ ജയിലിൽ കിടക്കേണ്ട
കേൾക്കേണ്ടി വന്നത്. ഇത്തരത്തിൽ ഏറ്റവും മോശമായ രീതിയിലേക്ക് കോൺഗ്രസിന്റെ സംസ്കാരം തന്നെ പോരിന്റെ ഭാഗമായി അല്ലെങ്കിൽ സാമ്പത്തിക അഴിമതിയുടെ ക്രമക്കേടിന്റെ ഭാഗമായി പോയിക്കൊണ്ടിരിക്കുന്നു. കോഴ വാങ്ങുന്ന അവസ്ഥയിലേക്ക്, കോഴ വാങ്ങി എന്ന് പൊതുജനത്തോട് പറയേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതൃത്വം മാറുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു നടപടിയുമായി കൈകഴുകി വൃത്തിയാക്കാൻ വേണ്ടി, കോൺഗ്രസിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി KPCC നേതൃത്വവും അതേസമയം തന്നെ കേന്ദ്ര നേതൃത്വവും തയ്യാറായിട്ടുള്ളത്. ഇതിൽ KC വേണുഗോപാലിന്റെ ഇടപെടലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൽ പ്രിയങ്ക ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഇടപെടൽ കൃത്യമായും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് മണ്ഡലത്തിൽ വരാൻ പോലും സാധിക്കാത്ത വിധത്തിൽ അത്രയും ചീഞ്ഞളിഞ്ഞു നാറുന്ന ദുർഗന്ധം വമിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു കോൺഗ്രസിൽ ഇതുവരെ ഉണ്ടായിരുന്നത്. അവർ വരുന്ന ദിവസങ്ങളെല്ലാം ഇവിടെ പ്രവർത്തകർ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് ND അപ്പച്ചനെ ഒഴിവാക്കിക്കൊണ്ട് കാര്യങ്ങൾ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, കൈകഴുകാനുള്ള ശ്രമം, ഈ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കേന്ദ്ര നേതൃത്വത്തിൻ്റെയും KPCC നേതൃത്വത്തിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ചിത്രം വെളിവാക്കുന്നത്. എന്തായാലും പത്മജ ഇന്നലെ പറഞ്ഞ ഒരു വാചകം, അതിൽ നിന്നും കൈകഴുകാൻ കോൺഗ്രസിനോ അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിനോ സാധിക്കില്ല. ഇത് മുന്നേ അച്ഛൻ പറഞ്ഞ സമയത്ത് ഇത് ചെയ്തിരുന്നെങ്കിൽ 2 ജീവനുകൾ ഞങ്ങൾക്ക് നഷ്ടമാവുമായിരുന്നില്ല. 2 ജീവന്റെ വിലയാണ് ഈ ആധാരത്തിനുള്ളത്. 52 ലക്ഷം രൂപ നൽകിയാണ് ഈ ആധാരം കഴിഞ്ഞ ദിവസം പത്മജയ്ക്ക് കൈമാറിയത്, പത്മജയ്ക്കും കുടുംബത്തിനും കൈമാറിയത്. അപ്പോൾ അവർ പുറത്തുവിട്ട കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. എന്തിനാണ് ഞങ്ങളോട് അല്ലെങ്കിൽ 50 വർഷക്കാലം കോൺഗ്രസിന് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത അച്ഛനോട്, അച്ഛൻ്റെ മരണശേഷം ആ കുടുംബത്തോട് എന്ത് ക്രൂരതയാണ് നിങ്ങൾ കാണിച്ചത്, ഏതൊക്കെ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് ഞാൻ ഏറ്റുവാങ്ങിയത് എന്നുള്ളത് എനിക്കറിയാം. കുടുംബത്തിന് വേണ്ടിയാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്, കൈകാട്ടിലിട്ട് അടിച്ച് ഒരു പ്രശ്നത്തിൽ നിന്നും കരകയറാനുള്ള ഒരു അമ്മയുടെ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഇതൊക്കെ സംഭവിച്ചത്. എന്നിട്ടും നിങ്ങൾ ഏത് രീതിയിലാണ് NM വിജയൻ്റെ കുടുംബത്തെ സൈബർ ആക്രമണം നടത്തിയത് എന്ന് ചിന്തിച്ചു നോക്കണം എന്നാണ് ഇന്നലെ പത്മജ പറഞ്ഞു വെച്ചത്. എന്തായാലും 2.5 കോടി രൂപയുടെ കടം വീട്ടിയിട്ടില്ല. 1 കോടിയോളം രൂപ, ഏകദേശം 1 കോടി, 52 ലക്ഷം ഇതും ഇന്നലെ ആധാരം എടുക്കാൻ വേണ്ടി നൽകിയതും ബാക്കി 30 ലക്ഷം രൂപയുമാണ് നൽകിയത്. ആശുപത്രി ചിലവിനായി 7000 രൂപ നേരത്തെ കൊടുത്തിരുന്നു. ഇത്തരത്തിലുള്ള കടങ്ങളല്ലാതെ 1 കോടിക്ക് അടുത്ത് വരുന്ന കടമല്ലാതെ 1.5 കോടി രൂപയുടെ കടം ഇപ്പോഴും ബാക്കിയുണ്ട് ആ കുടുംബത്തിന്. അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും തീർത്തുകൊള്ളാം എന്നാണ് പറഞ്ഞത്. ആദ്യം പ്രിയങ്ക ഗാന്ധി അടക്കം വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞത് കുടുംബത്തിൻ്റെ കടബാധ്യത മുഴുവനായും ഏറ്റെടുക്കും എന്നുള്ളതായിരുന്നു. അച്ഛൻ വരുത്തി വെച്ച കടബാധ്യതയാണ്, അതൊക്കെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാൽ KPCCക്ക് ഫണ്ടില്ല എന്ന് പറയുന്നവരോട് ഞങ്ങൾ എന്ത് ചെയ്യണം? ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു ആധാരം എടുത്ത് നൽകുക എന്നുള്ളത്. അത് ഞങ്ങൾ സമ്മതിക്കുകയായിരുന്നു കരാറിൽ. എന്തായാലും ഇനി എങ്ങനെയെങ്കിലും ജീവിച്ചുകൊള്ളാം, കടം വീട്ടി ജീവിച്ചുകൊള്ളാം എന്നാണ് പത്മജ പറഞ്ഞു വെച്ചത്. ഒരു കോൺഗ്രസിന് വേണ്ടി ജീവിച്ച ഒരു നേതാവിൻ്റെ കുടുംബമാണ് ഇത്തരത്തിൽ പറഞ്ഞു വെച്ചത് എന്നുള്ളത് കൂടി നാം ഓർക്കണം. അങ്ങനെ പത്മജയുടെ കുടുംബം ഒരു ഭാഗത്ത് പോരിനായി ഇറങ്ങിയിരിക്കുന്നു, മറുഭാഗത്ത് T സിദ്ദിഖ് വിഭാഗം വളരാനുള്ള ശ്രമം നടത്തുന്നു, കുതികാൽ വെട്ടുകൾ നടക്കുന്നു. മറുഭാഗത്ത് IC ബാലകൃഷ്ണനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വിഭാഗം പൊരുതുന്നു. ഇനി ND അപ്പച്ചൻ വിഭാഗം മറ്റൊരു ഭാഗത്ത് അടിയുറച്ച് നിലകൊള്ളും, IC ബാലകൃഷ്ണനെ പുറത്താക്കുന്നത് വരെ നിലകൊള്ളും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഇന്നത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. വിനിഷ. ശരി ജോഷില, ഏതായാലും വയനാട്ടിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കൂടെ മാറുകയാണ്. ND അപ്പച്ചൻ്റെ രാജിയിൽ ഒതുങ്ങുമോ കാര്യങ്ങൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ലൈംഗിക ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസഭയിലെത്തിക്കുന്നു, പാലക്കാട് മണ്ഡലത്തിലെത്തിക്കുന്നു. അപ്പോഴൊക്കെ സംരക്ഷണ ചുമതലയിലുള്ളത് കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഒക്കെയാണ്. അപ്പോൾ പൊതുവിൽ പബ്ലിക്കിൻ്റെ മുൻപിൽ പാർട്ടിയിൽ നിന്ന് ഭാരവാഹിത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോഴും സംരക്ഷണയുടെ ചിറകിനടിയിൽ സുഖമായി നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള ആളുകൾ. അതുപോലെ തന്നെയാണ് ഈ ND അപ്പച്ചൻ്റെ നേരെ തലയിൽ എല്ലാം കൂടെ കെട്ടിവെച്ച കോൺഗ്രസിന് കൈകഴുകാനാകുമോ എന്നുള്ളതാണ് വലിയ ചോദ്യം.